തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലെ ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ പിടിയിൽ. കേരള കഫേ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് 2 പേരും. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയാണോ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്? റോഷ്നി, പോലീസ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ നേരിട്ട് ഈ കൊലപാതകത്തിന്റെ ഭാഗമായവരായിരിക്കാം എന്നുള്ളതാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. അവരെ ഇപ്പോൾ ചോദ്യം ചെയ്ത നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. വിഴിഞ്ഞം ഭാഗത്തു നിന്നാണ് ഈ പ്രതികളിലേക്ക് എത്തിയതെന്നാണ്. നേരത്തെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം, അതായത് ഈ മുറിയിൽ താമസിച്ചിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനിടയിലാണ് 7 പേരെ പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ മുറിയിൽ ഉണ്ടായിരുന്ന മറ്റു 2 പേരായിരുന്നു ഒളിവിൽ പോയിരുന്നത്. ആ 2 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരുന്നു മ്യൂസിയം പോലീസ് നടത്തിയതും. വിവിധ സ്റ്റേഷനുകളിൽ ഈ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിഴിഞ്ഞം പോലീസ് ഈ 2 പേരിലേക്ക് എത്തുന്നത്. ഒന്ന് മലയാളിയാണെന്നാണ് സൂചന, മറ്റൊരാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് അവരെ ചോദ്യം ചെയ്ത നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഏതായാലും കൊലപാതകം തന്നെയാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. എങ്ങനെയെങ്കിൽ എന്തിന് ഈ കൊലപാതകം എന്നടക്കമുള്ള വിഷയത്തിൽ കൃത്യമായ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്നതാണ്. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളിലേക്കും പരിശോധനകളിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ പോലീസ് അടുത്ത ഘട്ടത്തിൽ കടക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരമാണ് ഈ ജസ്റ്റിൻ രാജിനെ മരിച്ച നിലയിൽ ഈ തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും കണ്ടെത്തിയത് എന്നതാണ്. അതായത് രാവിലെ ഈ സുഹൃത്തിന്റെ ബൈക്ക് എടുത്ത് ജസ്റ്റിൻ രാജ ഈ തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് തിരിച്ചു വരാത്തതിനെ തുടർന്നാണ് സുഹൃത്തായ സ്റ്റാൻലി പരാതി കൊടുക്കുന്നത്. എവിടെയാണ് എന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ വീട്ടിലേക്ക് രാവിലെ പോയിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും ഈ തൊഴിലാളികൾ പോയ വീട്ടിൽ അന്വേഷണം നടത്തുന്നതും. അതിനിടയിലാണ് വീട്ടിൽ മരിച്ച നിലയിൽ ജസ്റ്റിൻ രാജിനെ കണ്ടെത്തുന്നത്. പിന്നാലെ തന്നെ പോലീസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്ത നടപടികളിലേക്ക്, അന്വേഷണം നടത്തുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഈ 9 പേരിൽ 2 പേർ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാകുന്നു. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു. പ്രാഥമികമായി തന്നെ ഇത് കൊലപാതകമാണ് എന്ന് പോലീസ് നിലവിൽ പ്രാഥമികമായ നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്, പരിശോധന നടത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കിയിരുന്നു. ഏതായാലും ഈ 2 പേരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതിൽ കൃത്യമായ ഒരു ധാരണ ലഭിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഇവരാണ് എങ്കിൽ എന്തിന് കൊലപാതകം നടത്തി, എന്തിനായിരുന്നു ജസ്റ്റിൻ രാജ് ഈ വീട്ടിലേക്ക് പോയത്, എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം, അതൊക്കെ തന്നെയും അറിയേണ്ടതുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും പോലീസ് കടക്കുമെന്നുള്ളതാണ്. നിലവിൽ ഈ 2 പേർ വിഴിഞ്ഞം സ്റ്റേഷനിൽ ഇവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അല്പസമയത്തിനകം തന്നെ ഇവരെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഈ മ്യൂസിയം സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ശരി സുനിഷ, എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഇടപ്പഴഞ്ഞിയിൽ ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിലാണ് പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സുനിഷ വിവരങ്ങൾ നൽകുകയായിരുന്നു.